മോനെ മോനെ പെട്ടെന്ന് എണീക്ക്. ഹാ അമ്മ കുറച്ചേരം കൂടി ഉറങ്ങട്ടെ അമ്മ. എന്താ അമ്മ? പെട്ടെന്ന് എണീക്ക്. എണീച്ച് എന്തെങ്കിലും ഞാൻ സൈക്കിൾ അല്ലാതെ അമ്മയുടെ സ്കൂട്ടി എടുത്ത് ഒന്ന് പോട്ടെ. ഏയ് പറ്റൂല സ്കൂട്ടി ഒന്നും എടുക്കാൻ പറ്റൂല. നീ മര്യാദയ്ക്ക് സൈക്കിളിൽ പോയിക്കോ. നിനക്ക് ഓടിക്കണം എന്നായിട്ടാണ് ഞാൻ സൈക്കിൾ ഓടിച്ചെന്നുള്ളത്. മര്യാദയ്ക്ക് സൈക്കിളിൽ പോകണം നിനക്കല്ലേ. എന്താ അമ്മ? കുറച്ചൊന്ന് ഓടിക്കട്ടെ അമ്മ. ഓടിച്ചോ, പക്ഷെ 30ന്റെ മുകളിൽ പോവരുത്. 30ന്റെ മുകളിൽ പോവാതെ എങ്ങനെ ഓടിക്കുക ഞാൻ? അങ്ങനെയൊക്കെ ഓടിച്ചാൽ മതി. ഞാൻ എൻ്റെ ജോലി സ്ഥലത്തേക്ക് പോകുമ്പോൾ 10 പോവുക. നീ അപ്പോൾ 30 പോയാൽ മതി. ആ അമ്മ എന്നാൽ ഞാൻ പോവട്ടെ. മര്യാദക്ക് ഹെൽമെറ്റ് എടുത്ത് വെച്ചോ, അല്ലെങ്കിൽ പെറ്റി വീട്ടിൽ തന്നെ വരും. എന്നാൽ ഞാൻ പോയി. അമ്മേനെ ഇതാക്കല്ലോ. എന്തായാലും റൗണ്ട് വരുന്ന വരെ അമ്മ എന്നെ നോക്കിയിരിക്കായിരിക്കും. അപ്പം എന്തായാലും കുറച്ച് 30-20 പോവുക. ഇനി നല്ല സ്പീഡ് കൂട്ടാം. അങ്ങനെ ഞാൻ എൻ്റെ സ്കൂളിലെത്തി. പക്ഷേ ഞാൻ മാത്രമേ ഇവിടെ സ്കൂട്ടിയിലുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ സൂപ്പർ ബൈക്കിലാണ്. എന്താ ചെയ്യുക? എൻ്റെ അമ്മയൊക്കെ അച്ഛൻ്റെ പൈസ ഒക്കെ എനിക്ക് മാത്രമല്ലേ അറിയുള്ളൂ. ഇവരുടെ അച്ഛനും അമ്മയൊക്കെ നല്ല പൈസക്കാരാ. വണ്ടി ഇവിടെ തന്നെ പെട്ടെന്ന് നിർത്തട്ടെ ഞാൻ. ഇവരുടെ വണ്ടി കാണാൻ നല്ല രസമുണ്ടല്ലോ. കവാസക്കി നിഞ്ച, ഡ്യൂക്ക്, ബുള്ളറ്റ്, യമഹ ബുള്ളറ്റ്, എന്തൊക്കെയുള്ളൂ ഇവിടെ. ഞാൻ ഈ വണ്ടിയിലൊന്ന് കയറി നോക്കട്ടെ. വണ്ടിയിൽ നിന്ന് ഇറങ്ങടാ, അതിൻ്റെ വണ്ടിയാണ്. വണ്ടിയിൽ നിന്ന് ഇറങ്ങടാ. നിനക്ക് വണ്ടി ഓടിക്കാൻ സമയമൊന്നും ആയിട്ടില്ല. ഇത്രയും പൈസ ഉള്ള വണ്ടികൾ ഞങ്ങളുടെ കയ്യിൽ മാത്രമേ ഉള്ളൂ. നിന്റെ ആ അളിഞ്ഞ സ്കൂട്ടി ഞങ്ങൾ കത്തിച്ചളയും. ഞാനായാലൊന്നും ഇരുന്നിട്ടല്ലേ ഉള്ളൂ, അതിനൊന്നും ചെയ്തിട്ടില്ലല്ലോ. പിന്നെന്താ നിങ്ങൾക്ക്? നീ മര്യാദയ്ക്ക് ഒതുങ്ങിന്നോ. ആ സ്കൂട്ടി ഞങ്ങൾ കത്തിച്ചിടും. ഞാൻ ഒന്നും ചെയ്യണില്ലപ്പോൾ. ഇവർക്ക് ഭയങ്കര ചാടേ. അങ്ങനെ ഓരൊക്കെ പോയിട്ടുണ്ട്. എന്തായാലും ഈ വണ്ടി ഞാൻ വീഴ്ത്തിയിടാൻ പോവാ. ഇതൊക്കെ ഞാൻ വീഴ്ത്തിയിടും. കവാസക്കി നിഞ്ച വീഴ്ത്തിയിട്ട് ഇനി ഇതൊന്നും ജസ്റ്റ് മിസ്സിന് ബൈക്കാരനെ തട്ടിയില്ലെന്നായിട്ടാണ് പോയത്. എന്താണ് ഇപ്പം ഉണ്ടായത്? കുഴപ്പമൊന്നുമില്ല, നോ പ്രോബ്ലം. നേരെ പോയിട്ട് എല്ലാം ഞാൻ വീഴ്ത്തിയിടും. അല്ല പിന്നെ ഇന്ന കളിയൊക്കെ എൻ്റെ കത്തിക്കുന്നൊക്കെ പറഞ്ഞിട്ട് അതിനവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ നേരെ എൻ്റെ വീട്ടിലേക്ക് പോട്ടെ. അല്ല പിന്നെ എന്നോടാ കളി. ഉറക്കാൻ കിട്ടുന്നില്ലല്ലോ. എന്തായാലും താഴെ പോയി നോക്കാം. അമ്മ കിടന്ന് TV കണ്ടെന്ന് തോന്നുന്നു. ഇവിടുത്തെ ഏറ്റവും കൂടുതൽ റിച്ച് ഫാമിലി പിന്നെ ഞാൻ തന്നെ. വലിയ വീടൊക്കെ ഉണ്ട് എൻ്റെ. ഞാൻ അവിടെ പുതിയതായിട്ട് താമസം മാറിയതായിരുന്നു. ആദ്യം ഒരു വില്ലേജിലായിരുന്നു. ഇപ്പം ഇങ്ങോട്ട് വന്നതാണ്. അമ്മ അടുക്കുണ്ടല്ലോ. ആദ്യം തന്നെ വീഴ്ചയാണല്ലോ. അമ്മ ഞാൻ സ്കൂളിൽ പോട്ടെ. മോനെ സ്കൂളിൽ പോണ്ട. അമ്മയ്ക്ക് ബോറടിക്കും. ഇക്കും ബോറടിക്കണ്ട അമ്മേ. ഞാൻ പോയിട്ട് അറ്റൻഡൻസ് കിട്ടി അപ്പം തന്നെ അങ്ങോട്ട് വന്നോളാം. സ്കൂൾ കട്ട് ചെയ്തിട്ട് വരണട്ടാ. അമ്മയ്ക്ക് ചിലപ്പോൾ ബോറടിക്കും. നീ കവാസ്കി അല്ലെങ്കിൽ സൂപ്പർ എടുത്ത് പോയിക്കോ, എല്ലാവരുടെയും മുമ്പിൽ ഷോർക്കാൻ. അമ്മേ എനിക്കെന്തായാലും എടുക്കണം. എൻ്റെ സ്കൂളിൽ പിന്നെ കുറേ ഫാൻസ് ഉണ്ട്. ഞാൻ റിച്ച് ആയതുകൊണ്ട്. പിന്നെ വീട് അടുത്ത് തന്നെ ആണല്ലോ. അപ്പോൾ പിന്നെ കുഴപ്പമില്ല. നടന്നു പോകാനുള്ള ദൂരമുള്ളൂ. എന്നാലും ഇതിൽ പോകണതിന് കുറച്ചുകൂടി രസം. എല്ലാവരും കാണുമല്ലോ ഞാൻ കുറച്ച് റിച്ചാന്ന്. ഞാൻ നേരെ സ്കൂളിലേക്ക് പോട്ടെ. ഈ സ്കൂള് തുറന്ന്. പിന്നെ അവിടെ പുതിയതായിട്ട് ഏതോ അഡ്മിഷൻ വന്നിട്ട് തോന്നണു. ഓനും കുറച്ച് റിച്ചാന്ന് തോന്നണേ. അവിടെ മഹീന്ദ്ര താറാണോ എൻ്റെ ഉള്ളതെന്ന് തോന്നിക്ക്. മഹീന്ദ്ര താറന്നെ. ഇനി നേരെ സ്കൂളിൽ പോട്ടെ ഞാൻ പെട്ടെന്ന്. അറ്റൻഡൻസ് കിട്ടി വണ്ടി. കുറച്ച് ഫാൻസിനവിടെ കാണണ്ടല്ലോ. ചേട്ടാ ഞാൻ ചേട്ടൻ്റെ വലിയ ഫാനാ. ചേട്ടാ ഇഞ്ഞൊന്ന് വണ്ടി കൊണ്ടുപോവോ? ചേട്ടാ ഞാനും ചേട്ടൻ്റെ ഫാനാ. ഇഞ്ഞൊന്ന് വണ്ടി കൊണ്ടുപോവോ? എനിക്കിപ്പോൾ സമയമില്ല. ഞാൻ കുറച്ചിട്ട് വേണമെങ്കിൽ കൊണ്ടുപോവാം. എൻ്റെ കയ്യിലിപ്പോൾ സമയമില്ല, അതാട്ടാ.
ഈ പെണ്ണ് ഒന്ന് മാറും നിങ്ങൾ. ഈ പെട്ടെന്ന് വീട്ടിലേക്ക് പോകാണ്ട്. എൻ്റെ അമ്മ അവിടെ ബോറടിച്ചിരിക്കും. എനിക്ക് പെട്ടെന്ന് വീട്ടിൽ പോകണം. ആ ഡ്യൂക്ക് ഉണ്ട, ആ ഡ്യൂക്കിൻ്റെ കൂടെ എല്ലാം മര്യാദയ്ക്ക് പോയിക്കോ. അവിടെ അത് ഓൾറെഡി തുറന്നു നിൽക്കണല്ലോ. അതിനുള്ളിൽ കയറട്ടെ. ഇനി അടുത്ത ദിവസം ഇങ്ങനെ തന്നെയാണല്ലോ.